മാർക്കോ മോനായിരുന്നു. അയ്യോ മാർക്കോ, എങ്ങനെയുണ്ടാ? സുഖം, വലിയ കുഴപ്പമില്ല, ശരിയായി വരുന്നു. ശരിയായി വരുമ്പോഴാണല്ലോ മറ്റുള്ളവർക്ക് നീ ശരിയാവാത്തത്. മാർക്കോ മോനെ, ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടേ ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. അപ്പൊ തെറ്റ് ചെയ്തെന്ന് നീ അങ്ങ് സമ്മതിച്ചല്ലേ? ഐ അങ്ങനെ അയ്യോ, ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എടാ, അനന്ത് സാറിന്റെ മതിൽ ചാടി ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഒരുത്തം പോകുന്നത് ക്യാമറയിലൂടെ ഞങ്ങൾ കണ്ടു. അത് നീ വിട്ട ആളല്ലെങ്കിൽ പിന്നെ ആരാടാ? ചോദിച്ച കേട്ടില്ലേ അതാരാണെന്ന്? അവനെ നീയല്ലടാ അവിടെ പറഞ്ഞു വിട്ടത്. അയ്യോ അല്ലല്ല, നീ അല്ലെങ്കിൽ പിന്നെ ആരാടാ? പറഞ്ഞു വിട്ടവൻ നീയൊക്കെ കൊടുത്തു വിട്ട വിഷം പലഹാരത്തിൽ കലർത്തി. എന്നിട്ടും അത് കഴിച്ച മഹാലക്ഷ്മിക്ക് ഒന്നും സംഭവിച്ചില്ല, മഹാലക്ഷ്മിയുടെ കുഞ്ഞിനും ഒന്നും സംഭവിച്ചില്ല. അതിന്റെ സങ്കടത്തിലായിരിക്കും ഇപ്പൊ രണ്ടാളും. അയ്യോ എന്റെ പൊന്നു മാർക്കോ, ഞങ്ങൾക്ക് ലക്ഷ്മിയുടെ കുഞ്ഞു പോയില്ലെന്നറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷായിരുന്നു. നിനക്കും അങ്ങനെ തന്നെ ആയിരുന്നോടാ? പിന്നെ ഞങ്ങളതിന് ദൈവത്തോടും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താ കുഞ്ഞു വന്നത്. എന്നാ പിന്നെ അതേ ദൈവങ്ങള് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതങ്ങ് നടപ്പാക്കാനാ ഞാനിങ്ങ് വന്നത്. ഒന്നും ചെയ്യല്ലേ, അവന്റെ ഭാര്യയിലൊന്ന് ശരിയായി വന്നതാ. അവിടെ തന്നെയാണല്ലോ നീ പിന്നെ ഇടിച്ചത്. അയ്യോ മാർക്കോ, വാരിയല് തകരുന്ന രീതിയിലുള്ള ഇടിയല്ല ഞാൻ ഇടിച്ചത്. എന്നാലും ഒരു ഉളുപ്പും ഇല്ലാതെ കള്ളം പറയുമ്പോ അത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റത്തില്ല, അത് വിശ്വസിച്ചങ്ങ് പോകാനും പറ്റത്തില്ല. എല്ലാവർക്കും എല്ലാം അറിയാം കേട്ടടാ. ഇതിന്റെയൊക്കെ ബുദ്ധികേന്ദ്രം നിങ്ങളാണെന്ന് എനിക്കറിയാം. അയ്യോ, പിന്നെ നിങ്ങളുടെ പ്രായവും അതുപോലെ നിങ്ങളൊരു സ്ത്രീയാണെന്ന പരിഗണനയും വെച്ച് ഞാനൊന്നും ചെയ്യാതിരിക്കുക. ആശ്വാസം. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ പ്രതാപ, 100 കിലോമീറ്റർ സ്പീഡിലാ മേഘൻ കാറ് കൊണ്ടുവന്ന് എന്റെ ബുള്ളറ്റിൽ ഇടിച്ചത്. ആ സമയത്ത് എനിക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റു. പക്ഷേ ആ പരിക്കിന്ന് പെട്ടെന്നാണ് ഞാൻ റിക്കവറായി വന്നത്. അതായത് ഞാൻ പകുതി മനുഷ്യന്റെയും പകുതി ആത്മാവിന്റെയും ശരീരമാണ്. അങ്ങനെയുള്ള ഒരുത്തന് പലതും മണത്തറിയാൻ കഴിയും. അതൊക്കെ ഉള്ളിൽ വെച്ചോണ്ട് വേണം അമ്മയും മോനും മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും കൊല്ലാനും തകർക്കാനും നടക്കാൻ. രണ്ടിന്റെ ആയുസ് ഏതാണ്ട് അവസാനിക്കാറായി. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഇനിയും നിന്റെ വാരിയല് ശരിയാവുമ്പോ നീ അടുത്ത മാർഗങ്ങൾ നോക്കും, നീ ശത്രുവായി കാണുന്നവരെയൊക്കെ നശിപ്പിക്കാൻ. പക്ഷെ അപ്പോഴും നീ ഓർത്തോണം, ഇതുവരെ എന്തൊക്കെ സംഭവിച്ചിട്ടും നിന്റെ മോൾക്ക് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളഞ്ഞതുപോലും നീയും ഇവരും കൂടിയാ. എന്നാലേ ഇനി അങ്ങനെ അല്ല, അവളുടെ ശരീരത്തിൽ നിന്ന് ചോര പൊടിയും. അവളെവിടെ പെണ്ണാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. കാരണം അവളുടെ മനസ്സ് ഒരു പെൺകുട്ടിയുടെ മനസ്സല്ല. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ കരയാനുള്ള കാരണം നീയെല്ലാം കൂടെ ഉണ്ടാക്കരുത്.